നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അത് നെസ്സി എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് വരാൻ സാധിച്ചില്ല. എന്താ നെസ്സി ബർത്ത്ഡേക്ക് വരാഞ്ഞത്? എക്സാം. എന്നാലും വരാതിരുന്നത് തീരെ ശരിയായില്ല എന്നാ. എന്നത്തേതിലും വ്യത്യസ്തമായി സാമൊക്കെ നേരത്തെ കാലത്ത് തന്നെ എഴുന്നള്ളിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? സന വരുന്നുണ്ട്, മുന്നേ റെഡി ആയിട്ടുണ്ട്. എവിടെ ഇരുന്നോന്ന് അവള് നല്ല മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കണേ. മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കണേ. സോറി ജെസിക്ക് കുട്ടീനെ എടുക്കണത് നല്ല ഇഷ്ടമായതുകൊണ്ടല്ല ഞാൻ എടുക്കാൻ പറഞ്ഞതൊന്നല്ല കേട്ടോ. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഞാനിത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് സാമൊക്കെ വന്നു പോയി, എല്ലാം ഷറപടേന്നായിരുന്നു. പിന്നെ നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോയും അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ എണ്ണത്തിന് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ചിലതിനുള്ള ഉത്തരങ്ങളായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. എല്ലാത്തിനും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. പിന്നെ റിപ്ലൈ തന്നാലും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് പുലർച്ചെയാണ് പോയത്. പിന്നെ അങ്ങനെ ഒരു പോകുന്ന വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഷോണും അതുപോലെ തന്നെ മുന്നേ ഒക്കെ പോയിട്ടാണ്. അങ്ങനെ അവരല്ലയിലെത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഇതാ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ സാമൊക്കെ പോയ ശേഷം കൂട്ടുകാരെ തിരിച്ചു വന്നു. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്ര ആയി, കുഞ്ഞിന് എത്ര ആയി, ഷംലീൻ്റെ 90 കഴിഞ്ഞോ എന്നൊക്കെ. ഇന്നലെ ആയിരുന്നു എൻ്റെ 90. കുഞ്ഞിന് അൽഹംദുലില്ലാ 3 മാസം കഴിഞ്ഞ് 4ലേക്ക് കടന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആൾ അങ്ങനെ ഒരു ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കാനും കൈയും കാലിട്ട് കളിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെന്താണ്, ഇന്നിപ്പോൾ ഇതാ നോമ്പല്ല വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ 3 വീട്ടുകാരും പിന്നെ എൻ്റെ അമ്മായി എല്ലാവരും കൂടെ കൂടിയിരിക്കണം കേട്ടോ. 4 വീട്ടിൽ നിന്നും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കുക എന്നുള്ളൊരു ഇതിൽ കൂടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷംലിക്ക് അമ്മായികളൊന്നും ഇല്ല, ആരും കാണുന്നില്ലല്ലോ എന്ന്. എൻ്റെ ഉപ്പാക്ക് പെങ്ങന്മാരൊന്നും ഇല്ലേന്ന്. 3 പെങ്ങന്മാരുണ്ട് കേട്ടോ. 1 2 അല്ല 3 പെങ്ങന്മാരുണ്ട്. പിന്നെ അവരൊന്നും വീഡിയോസിൽ അങ്ങനെ വരില്ല. ഒരാൾ ഇവിടെ കൂട്ടായിയാണ്, മൂത്ത അമ്മായി. രണ്ടാമത്തെ അമ്മായി കല്ലിങ്ങൽ വള്ളിക്കാഞ്ഞിരെന്ന് അറിയില്ല, അവിടെയാണ്. പിന്നെ 3ാമത്തെ അമ്മായി ആളങ്ങനെ സംസാരിക്കാനൊന്നും കഴിവുള്ള ഒരാളല്ല കേട്ടോ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആൾ ഇവിടെ തന്നെ ഉണ്ട്, വല്യമാൻ്റെ. പിന്നെ ഞങ്ങൾ തറവാട്ടിലാണ്. ഇപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഫുഡ് ഉണ്ടാക്കലിലൊക്കെയാണ്. റജിയാമ്മയും പൂപ്പി എത്തിയിട്ടില്ല കേട്ടോ. അവരെന്തൊക്കെയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. റജിയാമ്മ ചിക്കൻ പൊരിച്ചതും വേറെ എന്തൊക്കെയോ ഉപ്പേരിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോപ്പി എന്തൊക്കെയോ കൂട്ടാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായി ഓൾറെഡി എന്തൊക്കെയോ ആയിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ പലഹാരങ്ങൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ ഇവിടെ നെയ്ച്ചോറ്, ബീഫ്, വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ ഫുഡ് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. ഏതാ കൂട്ടാനുകൾ എന്തൊക്കെയുണ്ട്? ഇത് ഉമ്മച്ചിൻ്റെ ബീഫ്, ഇത് റജാമാൻ്റെ ചിക്കൻ, ഇത് പോപ്പിൻ്റെ ബീഫ്, ഇത് റജാമാൻ്റെ പച്ചക്കറി, വെണ്ടക്ക. ഇത് ഇതാരുണ്ടാക്കിയതാ വെണ്ടക്കച്ചാറ്? വെണ്ടക്കച്ചാറ്. ഇത് ഉമ്മച്ചിൻ്റെ നെയ്ച്ചോറ്, ചൂട നെയ്ച്ചോറ്. എന്താണ്, എന്താ പ്രശ്നം? ഏതാ വേണ്ടത്? ഏതാ വേണ്ടത് പൊന്നിനെ? റജിയാമാൻ്റെ പയറ്, ഇതെൻ്റെ ഫേവറേറ്റ് പയറ്. ഇതിൽ ഉപ്പില്ലാന്ന്. ഇത് ഉമ്മച്ചിൻ്റെ പയറല്ലേ? നിങ്ങളത് എവിടെയായിരുന്നു? ഇത് അമ്മായിൻ്റെ മാമ്പഴ പുളിശ്ശേരി. എൻ്റെ കുട്ടി ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം? ഇതിലെന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടിയത്? ഏത് ആ മാമ്പഴ പുളിശ്ശേരിയാ? അതൊക്കെ ഈ കഴിക്കുവോ? ചമ്മന്തി, പുതിന ചമ്മന്തി ഉണ്ട്. പുതിന ഉള്ളി അല്ല, പുതിനല്ല, ചപ്പാൻ സാലഡ്. അമ്മായിൻ്റെ മീൻകറി. ഇത് എന്താണ്? എന്ത് മീനാ? ചെമ്മീനോ മാങ്ങ? അടിപൊളിയാകുമല്ല. നെയ്ച്ചോറ് കഴിക്കണോ സാദാ ചോറ് കഴിക്കണോ?
അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട്. ഇനി എന്തെങ്കിലും വരാനുണ്ടോ? പപ്പടം ഉണ്ട്. ഇതിലെന്താ? ഇതിലെന്താണ്? സാമ്പാറുണ്ട് കേട്ടോ. അപ്പം അത് തുറന്നൊന്ന് നോക്കാൻ വയ്യ. പിന്നെ ഇതിലെന്താ? ഇതിലൊന്നും ഇല്ല. രജിംഷമ്മയുടെ ഒന്ന് തുറക്കാൻ കിട്ടണില്ല. സാമ്പാർ. ഓക്കെ. ആടോ കുറച്ച് നെയ്ച്ചോറും കഴിക്കുക, കുറച്ച് സാദാ ചോറും കഴിക്കുക. സാദാ ചോറിൽ കുറേ കൂട്ടാൻ. ഇത് നിങ്ങളെ അച്ചാറാണ്? നല്ല മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. കുന അരിഞ്ഞതാണ്. ഇതൊക്കെ ഇത് സ്പെഷ്യൽ സാധനം. മാമ്പഴ പുളിശ്ശേരി പൊളിക്കും. ഇനി എന്തെങ്കിലും വരാനുണ്ടാ? ഞാനും വരാനില്ല. ഇനി ഇവരൊക്കെ വരാനുണ്ട് തിന്ന. എന്താണ് പൊന്നോ? എന്താ പ്രശ്നം? ഒന്ന് തീരെ മൂടില്ലല്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? വിഷന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. ബായ്, നമുക്ക് ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്ന് കഴിക്കുക. എല്ലാവരും കൂടെ താഴെ ഇരുന്ന് കഴിക്കാൻ പോവാണ്. അമ്മ കുട്ടി താഴെ ഇരിക്കുവോ? 2 ഐറ്റം ബീഫും സലാഡും അച്ചാറും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറും കഴിച്ചു. പിന്നെ സാദാ ചോറിലെ കൂട്ടാനൊക്കെ കണ്ടപ്പം കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ കുറച്ച് ചോറും കഴിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ ഒരു കുറ്റബോധം തോന്നാനുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ കൂടിയ സ്ഥിതിക്ക് പിന്നെ ഒരു ആവേശമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. രണ്ടും ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉത്തരം പറയാം. ഷംലി, ബേബിക്ക് പേരിട്ടോ? ഇതുവരെ എന്താണ് പേര് പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേബിക്ക് പേരിട്ടോ? അല്ല, എന്താണ് പേരിട്ട് പറയ്. അപ്പോൾ പേര് എന്താ പറയാത്തതെന്ന് വെച്ചാൽ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു തരില്ല. ഡിമാൻഡ് അടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നോ? അതൊന്നല്ല. ഡിമാൻഡ് അടിക്കുന്നതോ പറഞ്ഞു തരാത്തതോ ഒന്നുമല്ല. നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഒരു മനംമാറ്റം, ഒന്ന് അതിൽ ചേഞ്ച് വരുത്തണം എന്ന്. അപ്പോൾ ഞങ്ങളത് വീണ്ടും ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം ഒരു കൺഫർമേഷൻ ആയ ശേഷം നിങ്ങളെടുത്ത് അത് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത്. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡി ആവട്ടെ. അതിനുശേഷം ഞാൻ നെയിം റിവീലിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി എന്താണ്, കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഷമീമിനെ കാണുന്നില്ലല്ലോ, നെസിനെ കാണുന്നില്ലല്ലോ, അവരൊക്കെ എവിടെ? ഷമീം പോയോ, നെസി എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഷമീം പോയിട്ട് ഇപ്പോൾ 1 മാസത്തിന് മുകളിലായിട്ടോ. പക്ഷെ ഞാനിവിടെ ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നെസിനെ നമ്മളെ ബർത്ത്ഡേ വീഡിയോയിൽ അതുപോലെ തന്നെ ഞാൻ അവിടെ പോയ സമയത്തുള്ള വീഡിയോസിലും നമുക്ക് വരുന്നതിലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നെസിൻ്റെ വീട്ടിലായിരുന്നു. ഷമീം പോയപ്പോൾ പോയതാണ്. അപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല. അവൾക്ക് എക്സാം ആയിരുന്നു. പഠിക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഷംലിയൊക്കെ വരാൻ പറ്റൂല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് അവൾ എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം അവൾ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സാമൊക്കെ പോയ ശേഷം, സാമൊക്കെ മുന്നേ പോയ ശേഷമാണ് അവൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ പുറത്ത് പോകണ നൂറിലേക്കിൽ പോയ വീഡിയോ ഒക്കെ. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അത് നെസി എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് വരാൻ സാധിച്ചില്ല. എന്താ നെസി ബർത്ത്ഡേക്ക് വരാഞ്ഞത്? എക്സാം. എന്നാലും വരാതിരുന്നത് തീരെ ശരിയായില്ല എന്നാരും പറയരുത് കേട്ടോ. എക്സാം ആയതുകൊണ്ടാണ്. എക്സാം ആയിട്ട് സെലിബ്രേഷന് കൂടുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? അതന്നെ, ഫസ്റ്റ് സ്റ്റഡീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മതി സെലിബ്രേഷൻസ് ഒക്കെ. അവളെന്നാലും പഠിച്ച് നല്ലൊരു നിലയിലെത്തട്ടെ. അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ കമൻസ് വരും എന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അന്ന് മുടികളച്ചിലിന് നെസി ഇല്ലാതായപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവളുടെ വല്യമ്മൻ്റെ ആണ്ടായതുകൊണ്ടാണ് അവളില്ലാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് നൂറിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെയുള്ള ഒരു പാർക്കാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ? എന്തായിരുന്നു നമ്മളൊന്ന് എന്തായിരുന്നു വെറുതെ പോയതല്ലായിരുന്നോ? അന്ന് ഞങ്ങൾ അവിടെ നിന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ. അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറിലേക്ക് നിങ്ങൾ അടുത്താണോ എന്ന്. എൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇനിയുടെ സനയും മുന്നേ ഒരുങ്ങി ഇറങ്ങാനുണ്ട്. ഒന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ എന്നത്തേതിലും വ്യത്യസ്തമായി സാമൊക്കെ നേരത്തെ കാലത്ത് തന്നെ എഴുന്നള്ളിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? നേരത്തെ തന്നെ ഇറങ്ങിക്കണല്ലോ. ഇതാ ഡ്രൈവറുണ്ട്. പള്ളിയിൽ പോയി വന്ന ശേഷം പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ഇറങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇത് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങും. എന്റെ സ്വഭാവമാണ് ഇവള് കിട്ടിക്കണത്.
പോണ വരെ ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ ഇറങ്ങുമോ? എന്താ ഞങ്ങള് ഇറങ്ങിക്കണേ? ഏതാ നെസി ഞാനും ഇറങ്ങിക്കണട്ടാ. സമയത്തായി 4:05. ഇനി ഇവിടുന്ന് നമ്മൾ ഈ വണ്ടി ഒന്ന് അനങ്ങണമെന്നുണ്ടെങ്കിൽ ഇല്ല കഴിഞ്ഞ്. ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ ഉപ്പാന്റെ എന്താണോ അല്ല എവിടെ പോവാ? അതെന്താണ് സാധനങ്ങള്? ഡിക്കി ഓപ്പൺ ചെയ്യാൻ. അത് അവിടുന്ന് കൊണ്ടുവന്ന നഗറ്റ്സ്, പോപ്കോൺ, കെബാബ്, ഇനി എന്തെങ്കിലും സ്നാക്സ് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഡിക്കി ഓപ്പണാ? വരൂ വരൂ. സന വരുന്നുണ്ട്. മുന്നേ റെഡി ആയിട്ടുണ്ട്. മുന്നേ നസീം പിന്നെ ഫ്രീക്ക് ആയിട്ടാണ്. ഏത് ഡ്രസ്സ്? അത് ഒഴിവാക്കി. വലിയൊരു ജീൻസ് എത്ര ഉണ്ട് ടർക്കിന്ന്. ആ തീരെ ഇഷ്ടപ്പെടുന്നില്ല. വന്നിട്ട് പറഞ്ഞു വാപ്പച്ചിന്റെതാണ്. ഇവിടെ ഇരുന്നോ? എവിടെ ഇരുന്നോന്ന്? എന്ത് വാപ്പച്ചിന്റെതാണ്? ഫോർച്യൂണറാണ് കേട്ടാ. പിന്നെ അപ്പൂസിന്റെ അബ്ബാന്റെതാണല്ലോ. ഷോണിനോട് ബാക്കിൽ ആരതാണ്? ഫെല്ല ബാക്കി ഇരുന്നോ? ഫ്രിഡ്ജും ബാക്ക് പോയിക്കോ ഫെല്ലേ. ഷോണിനെ വിളിച്ചോ? അങ്ങനല്ല. നല്ല ഭാഷയിൽ പറഞ്ഞു. എന്ത് കുട്ടി നല്ല ഉറക്കിലാട്ടാ. നോനോട് പറയും ബാക്കിലിരിക്കാൻ ഫെല്ല. നീ സീറ്റ് തരും അവ മോനെ. എന്ത് അബാദെ 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 പൈപ്പാ? പൈപ്പ് ഇവിടെ വെച്ചെന്ന് കാണുന്നില്ല. എല്ലാം കൂടി റെഡിയാക്കി ഉണ്ടാ? നിന്റെ അടുത്തുണ്ടാ? എടുത്തോ. പറഞ്ഞ പോലെ പിന്നെ ഗ്യാരേജിൽ പണിക്ക് പോയിരുന്നാ? മൂക്ക് മൊത്ത കണ്ണുഷി. അവള് നല്ല മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കണേ. മേക്കപ്പ് ഇട്ട് ഇറങ്ങിക്കണേ. സോറി ഒരു നാക്കബദ്ധം നാറ്റിക്കരുത്. ഞാൻ ചോദിക്കണം മൈക്കപ്പ് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ വിചാരിച്ച് കേട്ടിട്ടില്ലെന്ന്. ഇന്റെ അണ്ടി എടുത്ത് ഇന്റെ അണ്ടി. ഇനി അത് കിട്ടിയതന്നെ. ഇനി അവരെ ഓടിച്ചോളൂ. ഇനി ആരും പറയരുത് നെസിന്റെ കയ്യിൽ രണ്ടാമത്തെ കുട്ടിയായി നെസിനെ ഏൽപ്പിച്ചെന്ന് പറയും. നെസിക്ക് കുട്ടീനെ എടുക്കണത് നല്ല ഇഷ്ടമായതുകൊണ്ടല്ല ഞാൻ എടുക്കാൻ പറഞ്ഞതൊന്നല്ല കേട്ടോ. ഭയങ്കര പരാതിയാണ്. എന്താ പൊന്നെ ഈ വണ്ടി ഓടിച്ചാ? ആര്? നോനുനോട് നീക്കാൻ പറ. ഡ്രൈവർ സീറ്റൊക്കെ പോയി. പെല്ലന്റെ വണ്ടിയാണല്ലോ. പെല്ലന്റെ വണ്ടി ഷോൺ എടുത്തതിന് കച്ചറോടെ. പെല്ലന്റെ അണ്ടി എടുത്താല. ഇതൊക്കെ എന്തായിക്കണേ? ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുന്നു. എന്താ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല? നിങ്ങളെ ഗൾഫ് പോലെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ വലിയതാ അല്ലേ? ഫ്രഷ് നല്ല ആളുണ്ട് ഇവിടെ. ബർത്ത്ഡേ പരിപാടികളും ഔട്ട്ഡോറും സേവ് ദ ഡേറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഖേനോ? ഒരു സവാള ഇവിടെ, ഒരു സുഖേൻ. നിങ്ങൾ പലതും കൊണ്ടുവന്നിട്ടുണ്ട്. കെബാബ്
ഞാൻ വിളിച്ചോണ്ട് ഇപ്പൊ ജീവിതത്തിൽ തിന്നാത്ത സാധനമാണ്. ഇപ്പൊ അങ്ങോട്ട് ചിക്കൻ പോപ്കോണും നഗറ്റ്സും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇന്നത്തെ പോലെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണം കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ട് നോമ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ മാക്സിമം നോമ്പിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ പലരും വീഡിയോ ജസ്റ്റ് കണ്ടു പോകുന്നുള്ളൂ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വ്യൂസൊക്കെ കൂടുന്നുണ്ട്, കമൻസ് ഒക്കെ കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തണേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.